ചേട്ടാ, ഒരു പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്. ആ. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, കണ്ടപ്പോ ചെറിയ കുട്ടി നിന്ന് അതാ. അതെന്താ, ചെറിയ കുട്ടിക്ക് പ്രസവിച്ചൂടെ? എന്റെ മുന്നേ ഒന്നുമില്ല, അതേ 110 രൂപ. സൊസൈറ്റി ശരിയില്ല. ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് സൊസൈറ്റിക്ക് പറഞ്ഞാ പോരെ. ക്യാപിറ്റൽ W സ്മോൾ W ക്യാപിറ്റൽ W. നീ ഇതെവിടെ പോയതാ? ഞാൻ കട വരെ പോയതാ. ആ, നിങ്ങൾ കഴിച്ചോ, ഞാൻ വരാം. പറവ ചേച്ചി ഇവിടെ തലവേദനയാന്ന് പറഞ്ഞ് കിടക്ക. ഇത് വെച്ച് നോക്ക്, ഉണ്ടോ ഇല്ലെന്നറിയാലോ. എനിക്ക് ടെൻഷനാവുന്നു. എന്തിന്? കല്യാണം കഴിഞ്ഞല്ലേ, അല്ലാതെ 18 കുട്ടിയൊന്നല്ലല്ലോ. അല്ല, ഇതിപ്പോ എങ്ങനെ? ആ ചേച്ചി, ഒരു ഡ്രോപ്പ് യൂറിൻ ഇവിടേക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. സിംഗിൾ ലൈൻ വന്നാൽ സേഫ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. ഡബിൾ ലൈൻ വന്നാൽ കുറച്ച് സീനാ. 90% ഉറപ്പിക്കും. അപ്പൊ ബാക്കി 10 അത് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യാലോ. അല്ല അഞ്ജലി, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഞാൻ +2 സയൻസ് ആയിരുന്നല്ലോ. ഹസ്ബൻഡിനോട് അങ്ങോട്ട് പറയുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല മാത്യൂസ്. അതെ, ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എടോ, തന്റെ ബിസിനസ് ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ നടക്കില്ല. സാർ, എടോ, കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ടാക്സിയിലും TPS വെച്ച് ഒരേ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതിന് പ്രൈവറ്റ് ബസ്സുകാരെ സമ്മതിക്കുമോ? ടാക്സിക്കാരെ സമ്മതിക്കുമോ? അതുകൊണ്ട് ഗവൺമെന്റ് സമ്മതിക്കുമോ? നടപ്പോശമുള്ള ചില കാര്യം പറ. പുള്ളിക്കാരെ സമ്മതിക്കില്ലേ? എടി അതല്ല, വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞു, പ്രഗ്നന്റ് ആയി, ഇതിലെന്താ ഇത്ര പ്രശ്നം? എടി, ഈ കല്യാണം നടന്നത് എങ്ങനെയാന്ന് എനിക്കറിയോ? നിനക്കൊരു മുണ്ടെടുത്തൂടെ? അല്ല, നീ ഇപ്പൊ എന്നെ മുൻപിടിപ്പിക്കാൻ വന്നതാണോ? നിന്റെ ഫോൺ അവിടെ വിളിക്കേയില്ല, വിളിച്ചാലും കിട്ടില്ല. നിർത്ത്. കാമിക്കുമാര് രാത്രി ഇതേ ഇങ്ങനെ ഇറങ്ങി വന്നതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടു, അല്ലെങ്കിൽ ഇറങ്ങി വന്നു. നിനക്ക് കല്യാണം കഴിക്കണമല്ലേ? ഇറങ്ങേണ്ടി വന്നു. എനിക്ക് വേറെ ഹോസ്റ്റലിലേക്ക് പോകാൻ അറിയാണ്ടല്ല മാത്യു. എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കണം. പാർവതി, നടക്കത്തില്ല. ഞാൻ ലൈഫിൽ ഒട്ടും സെറ്റിൽഡ് ആയിട്ടില്ല, നിനക്കറിയാവുന്നതല്ലേ. എടാ, നിന്റെ ബിസിനസ്സും പ്ലാനും ലൈഫും ഒന്നും മാറ്റണ്ട. ജസ്റ്റ് ഒരു കല്യാണം, വീട്ടുകാരുടെ ചോദ്യത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാൻ. ഒന്നില്ലെങ്കിൽ നമുക്ക് പരസ്പരം സപ്പോർട്ട് ആവില്ലേ? അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. എൻ്റെ ഒരാളുടെ ജോലിയുടെ ബലത്തിലാണ് ഞാൻ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പ്രൊബേഷൻ കഴിയാണ്ട് മെറ്റേണിറ്റി ലീവ് കിട്ടുമ്പോൾ പ്രതീക്ഷിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, ജോലി കഴിഞ്ഞോണ്ട് എനിക്കിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ചേച്ചി ചേട്ടനോടൊന്ന് സംസാരിക്കും. സംസാരിച്ച് നോക്കാലോ. പോയ കാര്യം എന്തായി? എന്താവാൻ? ശരിയായില്ല. ഏയ്, ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ നിനക്ക് എന്തായാലും ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഇതേ പാർവതി, നമ്മൾ തമ്മിലുള്ള മെയിൻ കണ്ടീഷനാണ് എൻ്റെ ബിസിനസ് ഓണാകുന്ന ഒരു ജോലിയുടെ കാര്യമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതല്ലടാ, നിനക്കായാലും എന്തെങ്കിലുമൊക്കെ സേവിങ്സ് വേണ്ടേ? എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ മീറ്റ് ചെയ്യണ്ടേ?
ഓ, കാര്യം മനസ്സിലായി. നിന്റെ ചിലവൊക്കെ എന്നാൽ ലോസ് കുറയ്ക്കാനായിരിക്കും അല്ലേ? ലോസോ? എൻ്റെ മാത്യു നീ ഇങ്ങനെ എല്ലാത്തിനും ബിസിനസ് ആയിട്ട് കാണല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് ഈ കല്യാണം പരാധീനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചത്. ഇതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? പാറു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എടീ, സോറി, ഒന്ന് ക്ഷമിക്കടോ. എടീ, നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ചില വഴികളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. അതോടെ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. നീ അതുവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലോ. നീ എന്തായാലും ട്രൈ ചെയ്യും, സക്സസ് ആവും. പാറു, എടീ, നിന്റെ ലഞ്ച് ബോക്സ് എവിടെ? എൻ്റെ ബാഗിൽ നോക്കണം. ഇത് ഈ ബാഗിൽ തന്നെ വെക്കുന്ന എന്തിനാ? വരുമ്പോൾ ഒന്ന് കഴുകി വെച്ചൂടെ? ചോറിൽ അച്ചാറ് വെക്കണോ? എന്തായാലൊക്കെ ചെയ്തതാ. ഇറങ്ങാൻ സമയമായി. ഇടവെല്ലാം നടക്കും, ഇപ്പൊ തന്നെ സമയം വൈകി. റെഡിയാ, നീ വാ. മോട്ടർ ഒന്ന് ഓഫ് ആക്കിയേക്കണേ. ഫോൺ. മാത്യു, ക്യാഷ് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ അടിച്ച് വിളിക്കാം. ബൈ. ബൈ. അല്ല, എന്തായി തീരുമാനം? വേണ്ട അഞ്ജലി, നിൻ്റെ ഫ്രണ്ട് ആരോ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്നാറുണ്ട്. എനിക്കൊരു അപ്പോയിൻമെൻ്റ് എടുത്താൽ ഞാൻ നെറ്റിൽ നോക്കി. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് അബോർഷൻ യൂസ് ചെയ്യാം. ടാബ്ലറ്റ്സ് നിൽക്കും. എന്നാൽ നമുക്കിന്ന് വൈകുന്നേരം പോയി കാണാം. അല്ല, ഷുവറാണോ? ഡോക്ടറെ കാണാൻ പറ്റില്ലേ? വൈ നോട്ട്? പേടിക്കാനൊന്നുമില്ല, കാരണം ഇത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ടല്ല. നമുക്ക് ഡോക്ടറോട് സംസാരിച്ച്. മാത്യു സർ. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ എന്നാ വിട്ടോ, നമുക്ക് നാളെ പോവാം. ഓക്കെ, എന്നാ ശരി. ഇതെന്താ ഈ സമയത്ത്? മീറ്റിംഗ് ഇല്ലായിരുന്നോ? ഇല്ല, ബാ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. എവിടെ? വാ. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റർ എന്താ നെഗറ്റീവ് ആയിരുന്നോ? പാറു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നിനക്ക് അറിയാവുന്നതുവാ അല്ലേ? അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഞാനൊരു നല്ല പാർട്ട്ണർ അല്ലല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കിപ്പോൾ ഒരു പനി വന്നാ, ഒന്ന് വയ്യാതായ, നീ എന്നെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യാറില്ലേ? യു ആർ ദ ബെസ്റ്റ് പാർട്ട് ഇൻ മൈ ലൈഫ്. എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളോട് എന്താടോ ഇത് മാത്രം ഷെയർ ചെയ്യാൻ പറ്റാതെ പോയത്? എടാ, ഇത് എൻ്റെ മിസ്റ്റേക്കാ. നിൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്തതെന്ന് കരുതിയാൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നീ വിചാരിച്ചത്? മാത്യു, ഐ എം പ്രഗ്നൻറ്റ്.
നീ ഇതിന് റെഡിയാണ് ഇപ്പോൾ? കുഞ്ഞിന് എന്ത് പേരാ ഇടണ്ടേ?